കേരളത്തിൽ ഇലക്ഷന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നത് സാമുദായിക നേതാക്കന്മാരുടെ ഒരു അഭിപ്രായമാണ്. അല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ NDAക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് ഉള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മോദി വീണ്ടും വരും, ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് മോദിയുടെ ഭരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അദ്ദേഹം ന്യൂസ് 18 കൊടുത്ത അഭിമുഖത്തിലാണ് NDAക്ക് BJPക്കൊക്കെ അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ പലതവണ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അവിടെ ഇതിന് മുമ്പ് കഴിഞ്ഞ തവണ ആകെ കേരളത്തിൽ LDF നിന്ന് ആരിഫ് മാത്രമാണ് ജയിച്ചത്. ആരിഫ് അന്ന് ജയിക്കുമ്പോൾ തന്നെ 10,000 വോട്ടിനടുത്ത് ജയിക്കുമ്പോൾ CPM-നാണ് വെള്ളാപ്പള്ളികൾക്ക് SNDP വോട്ടുകളൊക്കെ കിട്ടിയിരിക്കുന്നത് വളരെ വ്യക്തമായിരുന്നു. കാരണം ചേർത്തല ഭാഗത്തു നിന്നുള്ള വോട്ടുകളുമൊക്കെ. എന്നിട്ട് അവിടെ KS രാധാകൃഷ്ണൻ വലിയ ഡിഫറൻസും ഉണ്ടാക്കി 1.25 ലക്ഷത്തോളം വോട്ട് പിടിച്ചു. അതും കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കാനായിട്ട് കാരണമായിരുന്നു. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമ്പരാഗത കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടാണ് ആരിഫ്, അല്ലെങ്കിൽ ആരിഫും തോൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യമായ വ്യത്യാസം. ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണ്, പിന്നെ അധ്വാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഒരുപാട് വർക്ക് ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്കൊരു വ്യത്യാസമുണ്ടായിരുന്നു. കേരളത്തിൽ ഈ ഈഴവ വോട്ട് NDAക്ക് അനുകൂലമായിട്ട് മുമ്പും തിരിഞ്ഞിട്ടുണ്ട്. അത് തിരിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശബരിമല പ്രശ്നത്തിന് ശേഷം BDJS ഉണ്ടാവുകയും BDJS NDAയുടെ സഖ്യകക്ഷി ആവുകയും ചെയ്ത ആ സമയത്ത് ഈഴവ വോട്ട് വരികയും ഈ NDAയുടെ വോട്ട് പെർസെൻറ്റേജിൽ വലിയ മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അന്നാണ് ഈ 12-ൽ നിന്ന് 16-ലേക്കുമൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുമൊക്കെ മാറ്റമൊക്കെ വരുന്നത്. ഈ VDS NDA ശബരിമല വിഷയത്തിന് മുമ്പ് തന്നെ NDAയുടെ കൂടെ തന്നെയല്ലേ? ഉണ്ട്. NDAയുടെ കൂടെ ഒരു BDJS ഉണ്ടായത് തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് BJP ദേശീയ നേതൃത്വമൊക്കെ ഇടപെട്ടിട്ടാണ് BDJS കേരളത്തിലുണ്ടാകുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS NDA സഖ്യത്തിലാണെങ്കിൽ പോലും സ്വതന്ത്രമായ ഒരു നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു പോന്നു. അതായത് ദേശീയ തലത്തിൽ BDJS മറ്റേ തുഷാർ വെള്ളാപ്പള്ളി ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോഴും സംസ്ഥാന തലത്തിൽ പിണറായി വിജയൻ്റെയും LDFൻ്റെയും CPM-ൻ്റെയും കൂടെ നിൽക്കാനായിട്ട് നോക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ. ഒരു കച്ചവട രാഷ്ട്രീയം, അച്ഛനും മകനും 2 തരത്തിൽ എന്നുള്ള മട്ടിൽ ഓരോ രാഷ്ട്രീയം ദേശീയ തലത്തിൽ അതും. കാരണം കുറേ 2-3 മാസം മുമ്പ് മകളുടെ മറ്റേ വിവാഹം, കുട്ടിയുടെ വിവാഹം നേരത്തെ നടന്നതാണെങ്കിലും ഒരു റിസപ്ഷൻ ഡൽഹിയിൽ വെച്ചിട്ട് BJP നേതാക്കളെയും മോദിയൊക്കെ വിളിച്ചിട്ട് മോദി ആ വിരുന്നിന് പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ NDAയുമായിട്ടൊരു അടുപ്പം വേണം എന്നെന്തോ കാരണവശാൽ വെള്ളാപ്പള്ളി നടേശന് തോന്നിയിരുന്നത് കൊണ്ടാണ് ഒരു വിരുന്ന് അവിടെ കുറച്ച് കാലത്തിന് ശേഷം വെച്ച് BJP നേതാക്കളെയൊക്കെ ക്ഷണിച്ച് കൊണ്ടുപോയി വിരുന്നിൽ പങ്കെടുപ്പിച്ചതൊക്കെ. അപ്പോൾ അന്നോട്ട് തന്നെ എന്തൊരു മാറ്റം അദ്ദേഹത്തിൽ കാണാനുണ്ട്. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ NDA അധികാരത്തിൽ വരും. അദ്ദേഹം പറയുകയാണ് സീറ്റ് 400 ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അത് പൊതുവേ പോളുകളിൽ അഭിപ്രായ സർവേകളിൽ വരുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മോദി അടുത്ത ടൈമിലും ഭരിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം പറയുകയാണ് വെള്ളാപ്പള്ളി, സത്യത്തെ സത്യം പോലെ കാണണം. ജനവികാരം അവർക്ക് അനുകൂലമാണെങ്കിൽ അവരുടെ ഭരണം നല്ലതാണെന്ന് വേണം കരുതാൻ. അയോധ്യയും പൗരത്വ ഭേദഗതി നിയമവും BJPക്ക് അനുകൂലമാവും. വെള്ളാപ്പള്ളി പറയുകയാണ് 2 കാര്യങ്ങൾ അനുകൂലമാണ്. 2 മുദ്രാവാക്യങ്ങൾ BJPയുടെ പ്രധാന മുദ്രാവാക്യങ്ങളുമാണ്. അയോധ്യയും പൗരത്വ ഭേദഗതി നിയമവും BJPക്ക് അനുകൂലമാകും. അയോധ്യ വലിയ ഹിന്ദു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻപ് നമ്മുടെ അമ്മമാർ വൈകിട്ട് നമ്മളെ വിളിച്ചിട്ട് രാമനാമം ജപിക്കാനല്ലേ പറയാറുള്ളത്. അതിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദുവിനും സാധിക്കില്ല.
രാമൻ എന്ന ആശയം പ്രചരിപ്പിക്കുക, രാമനാമം ജപിക്കുക, രാമക്ഷേത്രത്തിലൂടെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഒരു കൺസോളിഡേഷൻ, ധ്രുവീകരണം ഹിന്ദുക്കളിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ആ ഹിന്ദു ധ്രുവീകരണത്തിൽ നിന്ന് ഈഴവർ മാറി നിൽക്കുന്നില്ല കേരളത്തിലെ. അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് BJPക്ക് അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇത് കേരളത്തിലും പ്രതിഫലിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, മാതൃഭൂമി ഇവരൊക്കെ പ്രീ പോൾ സർവേ നടത്തിയിരുന്നു. അതല്ലാത്ത പ്രീ പോൾ സർവേകളും വന്നിട്ടുണ്ട്. ഈ ആനന്ദ് ബസാർ പത്രിക, ABP സർവേ. ABP സർവേയുടെ അവസാനവും UDF സ്വീപ്പാണ്, CPMന് ഒരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്ന സർവേ ആണ്. നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഒരെണ്ണം വന്നിട്ടുള്ളത് മറ്റേ ഹിന്ദു CDS സർവേ. അതിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ UDF എന്നുള്ള മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ ABP സർവേയിൽ NDAക്ക് സീറ്റ് കിട്ടുമെന്ന് പറയുന്നില്ല. അവരുടെ 2 സർവേകളിലും അങ്ങനെയായിരുന്നു. പക്ഷെ മറ്റുള്ളവരൊക്കെ 1 സീറ്റ് 2 സീറ്റ്. ഇപ്പോഴത്തെ അവസാനത്തെ സർവേയിൽ 2 സീറ്റ് ഉറപ്പിച്ചു. അതെ അതെ, അത് കേരളത്തിലെ ചാനലുകൾ. പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പോസിറ്റീവ് മറച്ചു വെക്കാനായിട്ട് ആ പോളുകളിലൊരു ശ്രമം ഉണ്ടായതും കാണാം. മനോരമയിലും സാർ പറഞ്ഞ പോലെ മാതൃഭൂമിയിലും 24-ലും ഒക്കെ ഈ ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂര് സീറ്റുകളിൽ മുന്നേറ്റം മറച്ചു വെക്കാൻ വളരെ മറച്ചു വെക്കാനും മാനിപ്പുലേറ്റഡ് ആണെന്ന് തോന്നത്തക്ക വിധത്തിൽ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അദ്ദേഹം ഇത് പറയുന്നത് ശരിയാണ്. അങ്ങനെ കേരളത്തിലത് പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് ആ പോളുകളിലൊക്കെ അവർ മറച്ചു വെച്ചെങ്കിലും അവർ പറയുന്നൊരു കാര്യം, CPMൻ്റെ വോട്ട് കൂടി ഇത്തവണ NDAക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ വോട്ട് ശതമാനം കേരളത്തിൽ കൂടുന്നത്. അത് എല്ലാ പോളുകളിലും അവർ മറച്ചു വച്ചെങ്കിലും BJPക്ക് ഏതാണ്ട് ഇത്തവണ 20% കുറയാത്ത വോട്ട്, മിനിമം 20% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 16 വോട്ടൊക്കെ കിട്ടിയിരുന്നത് 4-5% കൂടുകയാണ് അവരുടെ കണക്ക് പ്രകാരം തന്നെ. മുമ്പ് ഇരട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 20-ലും ഈ തൃശ്ശൂർ പോലുള്ള സ്ഥലത്തൊക്കെ 30-ലും കൂടുക. 4 മണ്ഡലങ്ങളിൽ പത്തനംതിട്ട 35 സുരേഷ് ഗോപിയുടെ 35 കിട്ടുകയാണെങ്കിൽ ജയിച്ചു. അപ്പോൾ 4 മണ്ഡലങ്ങൾ 30-ന്റെ മുകളിൽ വരികയാണ്. 30-ന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ജയസാധ്യതയാണ്. കാരണം മറ്റു 2 സ്ഥാനാർത്ഥികളുടെയും കുറയുകയാണല്ലോ ചെയ്യുന്നത്. ത്രികോണ മത്സരമാണല്ലോ. മറ്റേത് 32, 31 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും അവസാനത്തെ ലാപ്പിലൊരു വ്യത്യാസം വരികയും ചെയ്താൽ മതി. അപ്പോൾ ജയസാധ്യതയും കൂടി ഉണ്ടെന്നുള്ള ഭാഗം പോൾസ് ഈ സർവേസിൽ മറച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ CPMൻ്റെ വോട്ട് കൂടി ഈ NDA തിന്നുന്നു എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈഴവ വോട്ടുകൾ വരുന്നു എന്ന് തന്നെ ഞാൻ ഒരിക്കൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. ഈഴവ വോട്ടുകൾ വരികയാണ്, അതിൽ വലിയ വ്യത്യാസം വരികയാണ് എന്നുള്ളത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ അർത്ഥശങ്കയില്ലാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പലരും പലതും പറയുകയാണ്. വിദേശത്തുള്ളവർ ഈ രാജ്യത്ത് കയറിക്കൂടി അതിൻ്റെ മറവിൽ ഇവിടുത്തെ ഭരണം ഹൈജാക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒന്നാണ് ആ നിയമം. അതിനെ എതിർക്കേണ്ടതില്ല. അപ്പോൾ CAA അദ്ദേഹം അനുകൂലിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക തീവ്രവാദം അത് വല്ലാതെ ഈഴവരെ ബാധിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. രഞ്ജിത് ശ്രീനിവാസൻ ദളിതായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൊലപാതകം ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയത് ശരിക്കും ഈഴവർക്കുള്ള മുന്നറിയിപ്പായിട്ടാണ്. ഇനി ഈ ഇരകളുടെ സ്ഥാനത്ത് വരുന്നത് ഈഴവ സമുദായമാണെന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇത് പറയുമ്പോഴും ഈ പലവട്ടം കാര്യങ്ങൾ തുറന്നു പറയുന്നതിനകത്ത് വെള്ളാപ്പള്ളി ഈ വിഷയം ഒത്തിരിയോട്ട് പത്രസമ്മേളനത്തിൽ ഇത് സത്യത്തിൽ ആ ഭാഗത്തെ കൊല്ലം ആലപ്പുഴയിലൊക്കെ പണ്ട് തന്നെ ഈ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറഞ്ഞ വലിയ ഈഴവ പ്രമാണിയെ കൊന്നത് പുതുതായി മതം മാറിയ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിരുന്നൊരു മുസ്ലിം ആയിരുന്നു. അതെ, തൊപ്പിയിട്ട കിട്ടൻ എന്ന് പറയും. പക്ഷേ മറ്റേ
മറ്റേ വിനയൻ്റെ ഒരു സിനിമ വന്നല്ലോ 19-ാം നൂറ്റാണ്ട്. അതിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് നായകൻ. പക്ഷെ കൊല ചെയ്യുന്ന ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ സവർണരായിപ്പോയി. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കൊച്ചുമകനാണ് പഴയ ധനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ഹേമേന്ദ്രൻ. ഹേമേന്ദ്രൻ അരിപ്പുറം ശതാബ്ദി സുവനീറിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കൊന്നത് മുസ്ലിമാണ്, തൊപ്പിയിട്ട കിട്ടൻ എന്നാണ് പറയാ. പൊന്നാനി പോയി തൊപ്പിയിട്ടതാണ്, മതം മാറിയതാ. അപ്പൊ അങ്ങനത്തെ ആളുകളാണല്ലോ ഉപയോഗിക്കുക, ഒരു വാടക ഗുണ്ടയായിട്ട്. അതെ, വാടക ഗുണ്ടയായിട്ട്. അപ്പൊ പണ്ട് തൊട്ടേ അവിടെ ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ തീവ്രവാദം വളരുന്നത്. എന്നിട്ട് അദ്ദേഹം ശോഭാ സുരേന്ദ്രനെ പറ്റി പറയുകയാണ് ഇതിൽ. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയാണ് താൻ പിന്തുണയ്ക്കുന്നത് എന്ന സൂചന വെള്ളാപ്പള്ളി നൽകി. ശക്തമായ ത്രികോണ മത്സരമാണ്. ഇക്കുറി UDFന്റെ കൂടുതൽ വോട്ടും ശോഭയ്ക്ക് ലഭിക്കും. അവർ ഈഴവ സ്ഥാനാർത്ഥിയാണ്, വെള്ളാപ്പള്ളി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരമാണ്. മുമ്പ് LDFും UDFും ശക്തമായിരുന്ന മണ്ഡലത്തിൽ ഇന്ന് മൂന്നാമതൊരാൾ കൂടി, അതും ഒരു വനിത, ശക്തമായിരിക്കുന്നു. UDFന്റെ കുറേ വോട്ടുകൾ കൂടി ശോഭയ്ക്ക് കിട്ടാതിരിക്കില്ല. ഇടതുപക്ഷത്ത് നിന്നുള്ള കുറച്ച് വോട്ടും അവർക്ക് കിട്ടും. അതാണ്. ശോഭയെ വളരെ കാലമായി അറിയാം. അവർ നല്ല സംഘാടകയാണ്, നല്ല പ്രസംഗികയാണ്, ഞാനുമായി നല്ല അടുപ്പമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞാൽ അതും അവർക്ക് ഗുണമാവുകയേ ഉള്ളൂ. എൻ്റെ പേര് പറഞ്ഞ ശോഭ എവിടെയെങ്കിലും ചെന്നാൽ അവരെ ആരും ആട്ടി ഓടിക്കില്ല. അതെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായി ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹത്തിനും പോളിൽ അത്യാവശ്യം വോട്ടുകളൊക്കെ കിട്ടുന്നതായിട്ട് നമുക്കറിയാം. BJPയിലോട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ അതെ. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വ്യത്യാസം, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നമുക്കറിയാം, എനിക്ക് ഉറപ്പാണ്, ഈ ഈഴവ വോട്ടുകൾ NDAയിലേക്ക് ഒരു 2-3% മിനിമം വന്ന് ചേരും. CPMന് ഒന്നാമത് ഇതുപോലൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ വൃത്തികെട്ടൊരു ഭരണവും ജനങ്ങൾ കണ്ടിട്ടില്ല. ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുകയാണ് ആളുകൾ അല്ലാത്ത ജീവനക്കാർക്ക് തന്നെ പെൻഷനില്ല, ശമ്പളമില്ല. ഇതൊക്കെ അവർ നേരിട്ട് അനുഭവിക്കുന്നതാണല്ലോ. എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയി കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്തിട്ട് അടിമേടിക്കുക, വ്യാജമായിട്ട് കാര്യങ്ങൾ പറയുക, കടം എടുപ്പ് പരിധി കൂട്ടണമെന്ന് പറയുക, സൗകര്യമില്ലെന്ന് കേന്ദ്രം പറയുന്നു, സുപ്രീം കോടതി അത് ശരിവെക്കുന്നു. ആ പരിധിയിൽ കൂടുതൽ മേടിച്ചു. എന്നാലും അടുത്തതിൽ നിന്ന് 5000 കോടി തരാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട എന്ന് പറഞ്ഞിട്ട് ധാർഷ്ട്യം കാണിച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്നത്. എന്നിട്ട് മറ്റേ കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തത് അതൊക്കെ സർക്കാരിൻ്റെ തലയിലാണ്. ഇതൊക്കെ ഈ കടത്തിലാണ് പെടുന്നത്. കിഫ്ബിയുടേത് 2500 കോടിയോ 100 കോടിയോ 2100 കോടി എടുത്ത് 3150 കോടി രൂപയായിട്ടാണ് പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നത്. ഇതൊക്കെ ഈ കടമെടുത്ത പൈസയിൽ നിന്നാണ് 50% പലിശ ചേർത്ത് അടച്ചിരിക്കുന്നത്. ഒരു കനേഡിയൻ കമ്പനിയാണ് കൂടുതലും ഷെയർ മേടിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം തീരുമാനമെടുക്കാം. വെള്ളാപ്പള്ളി നടേശൻ്റെ NDA അല്ലെങ്കിൽ BJPക്കുള്ള പിന്തുണ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന ആലപ്പുഴ സ്ഥാനാർത്ഥിക്ക്. പക്ഷേ അവിടെ ജാഗ്രത വേണം. ഞാൻ കുറച്ചു മുമ്പ് ഒരു പ്രധാനപ്പെട്ട നേതാവിനോട്, BJP നേതാവിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ അകമഴിഞ്ഞുള്ള പിന്തുണ ശോഭാ സുരേന്ദ്രന് കിട്ടുമ്പോൾ അത് അപകടമാകുമോ എന്നുള്ള ജാഗ്രത കൂടി വേണം. കാരണം മറ്റ് സമുദായങ്ങൾ ഇദ്ദേഹം അകമഴിഞ്ഞ് മറ്റേ ശോഭാ സുരേന്ദ്രനെ ആശ്ലേഷിക്കുമ്പോൾ നായർ വോട്ടുകൾ, മറ്റു വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് ലഭിക്കത്തില്ല. അതല്ലെങ്കിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ അവർ അതേ രീതിയിൽ തന്നെ പ്രചരണം നടത്തുന്നു. അപ്പം അതുകൊണ്ട് ഒരു ജാഗ്രതാപൂർണമായ സമീപനം
NDAയുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വേണം എന്നുള്ളൊരു മുൻകരുതലും കൂടി ഈ പ്രതികരണത്തിൻ്റെ കൂടെ വേണ്ടതാണ് എന്ന് ഒരു നേതാവ് എന്നോട് പറഞ്ഞു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റം വിജയത്തിലേക്ക് തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അത് ശക്തമായ മുന്നേറ്റമാണ്. വിജയം എന്തായാലും ജനങ്ങളുടെ വോട്ടർമാരുടെ കയ്യിലാണ്. വോട്ടർമാർ വിവേകമായ പൂർണ്ണമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.